കേരളത്തിന്റെ വ്യാവസായിക വികസനത്തിന് ഇടതുപക്ഷ സർക്കാരുകൾ നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. അതിന്റെ തുടർച്ചയായി നിരവധി പദ്ധതികളും പ്രോത്സാഹന പരിപാടികളും ഇപ്പോഴത്തെ LDF സർക്കാർ നടത്തിവരികയാണ്. അതിന്റെ ഭാഗമായി വ്യത്യസ്ത വ്യവസായ മേഖലകളെ സമഗ്രമായി ഉൾക്കൊള്ളുന്ന 4 ഉപമേഖലാ നയങ്ങൾ കൂടി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയും വ്യാവസായിക രംഗവും അതിന്റെ വികസന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഈ മേഖലയിൽ കുതിപ്പുണ്ടാക്കുന്നതിനുള്ള നിരവധി പദ്ധതികൾ സംസ്ഥാനത്ത് മുൻകാല കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സർക്കാരുകൾ ആവിഷ്കരിക്കുകയുണ്ടായി. അതിലേറ്റവും നിർണായകമായത് 1969 സംസ്ഥാനത്തുണ്ടായിരുന്ന അച്യുതമേനോൻ സർക്കാരിന്റെ കാലമായിരുന്നു. സമഗ്ര വികസനത്തിനും വ്യാവസായിക വളർച്ചയുടെ അടിത്തറ സൃഷ്ടിക്കുന്നതിനുമുള്ള സമൂർത്തമായ നിരവധി പദ്ധതികളാണ് അക്കാലത്തുണ്ടായത്. പ്രസ്തുത സർക്കാർ നടപ്പിലാക്കിയ സമഗ്ര ഭൂപരിഷ്കരണ നിയമം വ്യാവസായിക വളർച്ചയുമായി നേരിട്ട് ബന്ധമില്ലെന്ന് തോന്നാമെങ്കിലും ആ രംഗത്ത് വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് പ്രചോദനമായ നിയമനിർമ്മാണം ലക്ഷക്കണക്കിന് പേർക്ക് ഭൂമി സ്വന്തമാകുന്നതിനുള്ള അവസരമൊരുങ്ങി എന്നതോടൊപ്പം കൂടുതൽ വ്യവസായ സംരംഭങ്ങൾ പൊതുമേഖലയിലും അല്ലാതെയും ആരംഭിക്കുന്നതിന് സർക്കാരിന് ഭൂമി ലഭ്യമാകുന്നതിന് പ്രസ്തുത നിയമനിർമ്മാണം ഇടയാക്കി. മിച്ചഭൂമിയായി സർക്കാരിലേക്ക് വന്ന സ്ഥലങ്ങളിൽ പൊതുമേഖലാ സംരംഭങ്ങളും ചെറുകിട വ്യവസായങ്ങളും ആരംഭിക്കുന്നതിന് സാധ്യമായി. വ്യാവസായ എസ്റ്റേറ്റുകൾ എന്ന നവസംരംഭം തുടങ്ങുന്നതിന് സർക്കാരിനെ സഹായിച്ചത് ഇത്തരം മിച്ചഭൂമിയുടെ ലഭ്യതയായിരുന്നു. കെൽട്രോൺ ഉൾപ്പെടെ ആധുനിക സാങ്കേതിക വിദ്യാരംഗത്തും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ആ സർക്കാരിനായി. പ്രസ്തുത അടിത്തറയിൽ നിന്നുകൊണ്ടാണ് പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാരുകൾ വ്യവസായ വികസനത്തിനുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. 2016 അധികാരത്തിലെത്തിയ മുൻ LDF സർക്കാരും അതിന്റെ തുടർച്ചയായി 2021 എത്തിയ സർക്കാരും ഈ രംഗത്ത് നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. നിലവിലുള്ള LDF സർക്കാർ നടപ്പിലാക്കിയതിൽ സുപ്രധാനമായിരുന്നു സംരംഭക വർഷം പദ്ധതി. 3 ഘട്ടങ്ങളായി 2022 ഏപ്രിൽ 1 മുതൽ 2025 മാർച്ച് 31 വരെ കാലയളവിൽ 3,53,127 പുതിയ സംരംഭങ്ങളും 22,688.47 കോടി രൂപയുടെ നിക്ഷേപവും 7,49,712 പുതിയ തൊഴിലവസരങ്ങളും സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെട്ടു. ഇതിനു പുറമെ രജിസ്ട്രേഷൻ, വായ്പ, പ്രോത്സാഹനം എന്നിങ്ങനെ ഏത് കാര്യങ്ങളും കൂടുതൽ സുതാര്യമാക്കുന്നതിനും ചുവപ്പ് നാടയുടെ കുരുക്കൾ ഒഴിവാക്കുന്നതിനുമുള്ള നടപടികളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. വ്യാവസായിക ഇടനാഴികൾ പോലെ ശൃംഖല കാഴ്ചപ്പാടുകളും അവതരിപ്പിച്ചു. അടുത്ത ഘട്ടം എന്ന നിലയിലാണ് കയറ്റുമതി പ്രോത്സാഹനം, ലോജിസ്റ്റിക്സ്, ഹൈടെക് ഫ്രെയിംവർക്ക്, ESG എന്നീ 4 നയങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരിസ്ഥിതി, സാമൂഹ്യ ഘടന, ഭരണനിർവഹണം എന്നിവയെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ളതാണ് ESG നയം. സംരംഭങ്ങൾക്ക് നികുതി, വായ്പാ ഇളവുകൾ, സബ്സിഡികൾ, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ, DPR പിന്തുണ എന്നിവ ഉറപ്പാക്കും. 5 വർഷത്തേക്ക് മൂലധന നിക്ഷേപത്തിന്റെ 100% റീഇംബേഴ്സ്മെന്റ് നൽകും. സൗരോർജ്ജം, കാറ്റാടിപ്പാടങ്ങൾ, ജലവൈദ്യുത നിലയങ്ങൾ, ബയോമാസ് പദ്ധതികളിലും നിക്ഷേപം നടത്തും. മത്സരാധിഷ്ഠിതമായ പുതിയ കാലത്ത് വ്യവസായ സംരംഭങ്ങളുടെ മുന്നിലെ പ്രധാന വെല്ലുവിളിയാണ് കയറ്റുമതി. അതിനുള്ള പരിഹാരമായി കയറ്റുമതി ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുന്നതിനും കേരളീയ വ്യവസായങ്ങളെ ആഗോള മൂല്യ ശൃംഖലകളുമായി സംയോജിപ്പിക്കുന്നതിനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് കയറ്റുമതി പ്രോത്സാഹന നയം. കയറ്റുമതി 2027-28 $20 ബില്യൺ എത്തിക്കുക എന്ന ലക്ഷ്യവും ഈ നയം മുന്നോട്ട് വയ്ക്കുന്നു. വ്യവസായ മേഖലയിലെ നവീന ഉൽപാദന സ്രോതസ്സുകളായ ബയോടെക്നോളജി, ലൈഫ് സയൻസസ്, എയറോസ്പേസ്, ഡിഫൻസ്, ഇലക്ട്രോണിക്സ്, ആയുർവേദം, ഫാർമസ്യൂട്ടിക്കൽസ്, IT, ടൂറിസം, ആരോഗ്യ സംരക്ഷണം എന്നിവയുടെ കയറ്റുമതി പ്രോത്സാഹനത്തിനും പ്രാമുഖ്യം നൽകും. കാര്യക്ഷമതയുള്ള മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് ഹബ്ബാക്കി മാറ്റുന്നതിനും ഉൽപാദനം, കയറ്റുമതി, ആഭ്യന്തര വാണിജ്യം എന്നിവയെ പിന്തുണയ്ക്കുന്നതിനുമുള്ള സമഗ്രമായ ദിശാരേഖ നൽകുന്നതാണ് കേരള ലോജിസ്റ്റിക്സ് നയം 2025. സാങ്കേതിക വിദ്യ, ഗവേഷണ വികസനം, ബൗദ്ധിക സ്വത്തവകാശം എന്നിവയിൽ ഊന്നിയുള്ള വിജ്ഞാനാധിഷ്ഠിത വ്യവസായവൽക്കരണത്തിലേക്ക് മാറുക എന്നതാണ് കേരള ഹൈടെക് ഫ്രെയിംവർക്ക് 2025 നയത്തിന്റെ ലക്ഷ്യം. ഈ വിധത്തിൽ കേരളത്തെ ആഗോള ശ്രദ്ധയാകർഷിക്കുന്ന വ്യവസായ മേഖലയും തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്നതിലൂടെ ആകർഷണ കേന്ദ്രവുമാക്കുന്ന നയങ്ങൾക്കാണ് സംസ്ഥാന വ്യവസായ വകുപ്പ് രൂപം നൽകിയിരിക്കുന്നത്. തീർച്ചയായും പുതിയ കാല വ്യവസായിക കുതിപ്പിന് സഹായകമാകുന്നതായിരിക്കും ഇവ.